ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദ പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീനോഗ്രാമും എക്കോ മാപ്പും ആണ്. അപ്പോൾ സൈമിൾട്ടേനിയസ്ലി ആയിട്ട് വരുന്ന രണ്ട് ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് നമ്മൾ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 രണ്ട് വീഡിയോസിലാണ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിളായി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞാൻ ഇതിൻ്റെ കൂടെ PPT ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് ജീനോഗ്രാം എന്നുള്ളൊരു ടോപ്പിക്ക്. അപ്പോൾ മാക്സിമം നമ്മൾ കമൻറ്റ് ബോക്സ് നോക്കി അത്തരത്തിലുള്ള ടോപ്പിക്സ് കവർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് പ്രിഫർ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനത്തെ ടോപ്പിക്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സോ പാർട്ട് 1 വീഡിയോ ആണ് ജീനോഗ്രാമിൻ്റെ. ജീനോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പ്രൊപ്പോസ് ചെയ്തത് ഡോക്ടർ മുറൈ ബോവനാണ്. നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ പറ്റും. 1978 മുന്നത്തെ ടേം ആയിരുന്നു ഫാമിലി ഡയഗ്രാം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ലോങ് ടേം ആയതുകൊണ്ട് ആ ടേമിനെ ഒന്നുകൂടെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്ന ടേമാണ് ഈ ജീനോഗ്രാം എന്ന് പറയുന്നത്. വൈൽ കൺസിഡറിങ് ദ ഡെഫിനിഷൻ, നമുക്ക് പല ഡെഫിനിഷൻ ജീനോഗ്രാമിനെ പറ്റിയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എല്ലാ ഡെഫിനിഷനിലും കീ പോയിൻറ്റ്സ് മാത്രമായിരിക്കും എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടാവുക. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് എ ഡയഗ്രാം ദറ്റ് റെപ്രസെൻറ്റ് ദ ഹിസ്റ്ററി ഓഫ് ബിഹേവിയർ പാറ്റേൺ. ആൾക്കാരുടെ ബിഹേവിയർ പാറ്റേണിൻ്റെ ഒരു ഹിസ്റ്ററി കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് എന്ത് ജീനോഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹിസ്റ്ററി ഓഫ് ബിഹേവിയർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയുടെ ഒരു ക്ലയൻ്റാണ് നമുക്ക് കിട്ടിയിട്ട് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മ അല്ലെങ്കിൽ അവരുടെ നെക്സ്റ്റ് ജനറേഷനൊക്കെ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻസ് എങ്ങനെയാണ്, റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതേപോലെ തന്നെ അവരുടെ ഒരു ഹിസ്റ്ററി ഓഫ് ലൈക്ക് എനി ഡിവോഴ്സ് ഉണ്ടോ, സൂയിസൈഡ് അറ്റംപ്റ്റ്സ് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സൂയിസൈഡ് നടന്നിട്ടുണ്ടോ, അബോർഷൻ നടന്നിട്ടുണ്ടോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിയ ഒരു ഹിസ്റ്ററി ഓഫ് ബിഹേവിയർ പാറ്റേൺ നമുക്ക് ജീനോഗ്രാമിലൂടെ കിട്ടും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ജീനോഗ്രാമിനെ വേറൊരു രീതിയിൽ ഡയഗ്രാം ദ ഡീറ്റെയിലിംഗ് ദി മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് ഫാമിലി എന്ന് പറയാം. ഒരു ഫാമിലിയുടെ മെഡിക്കൽ ഹിസ്റ്ററിനെ കൂടെ ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് എന്ത് ജീനോഗ്രാം. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഒരു ക്ലയൻറ്റ് വന്നു വെച്ചാൽ ആ ക്ലയൻറ്റിൻ്റെ ഒരു ഡിസീസ് ഉണ്ടെങ്കിൽ ആ ഡിസീസിൻ്റെ റിസ്ക് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്തതെന്ന് നോക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും, നമ്മൾ ജീനോഗ്രാം യൂസ് ചെയ്യും. അപ്പോൾ ജീനോഗ്രാമിനെ വേറെ രീതിയിൽ പറയുന്നത് ഡീറ്റെയിലിംഗ് ദ മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് ഫാമിലി. ഒരു ഫാമിലിയുടെ ഒരു റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ഡിസീസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, ജീനോഗ്രാം യൂസ് ചെയ്യാം. ജീനോഗ്രാം എന്ന് പറയുന്നത് ഒരു ഫാമിലി ട്രീ ആണ്. ഒപ്പം തന്നെ അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും സിമ്പിളായി കൺസിഡർ ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഫാമിലി സിസ്റ്റം തിയറിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫാമിലി എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അവിടെ പലതരത്തിലുള്ള ഇൻട്രാക്ഷൻസ് നടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റി തമ്മിലൊരു ഇൻട്രാക്ഷൻ നടക്കാം, ഫാമിലിയും കിൻ ഗ്രൂപ്പ്സും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് നടക്കാം, ഫാമിലിയുടെ ഉള്ളിൽ തന്നെ ഡിഫറെൻറ്റ് ഇൻട്രാക്ഷൻസ് നടക്കാം. അപ്പോൾ അതൊരു കോംപ്ലക്സ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒരു വൈഡ് കോണ്ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ആസ് എ ഇൻഡിവിജ്വൽ മാത്രം എടുത്തിട്ട് ചിലപ്പോൾ നമുക്ക് പഠിച്ച ക്ലാരിറ്റി കിട്ടണം എന്നില്ല. ആളുടെ ഒരു ഫാമിലി ഇൻട്രാക്ഷൻസ്, ചിലപ്പോൾ ഫാമിലി കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ നമ്മളുടെ ഒരു ക്ലയൻറ്റിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ ഓതേഴ്സ് പറയുന്നത് ജീനോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ ദ വെൽത്ത് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഫാമിലി എന്നാണ്. ഒരു ഫാമിലിനെ കുറിച്ചൊരു വെൽത്ത് ഓഫ് ഇൻഫോർമേഷൻ, നമ്മൾ ജസ്റ്റ് ഒരു ഫാമിലിനെ കുറിച്ച് നോട്ട് എഴുതുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫോർമേഷൻ ആ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോൾ അറിയാലോ, ഫാമിലി എന്ന് പറഞ്ഞ ഡയഗ്രാം ജീനോഗ്രാമിലൂടെ നമ്മൾ എങ്ങനെ അവർ ഇൻട്രാക്ട് ചെയ്യുന്നു, ഒപ്പം അവർ ഓരോ ലൈക്ക് പ്രൊഡക്റ്റ് ഓഫ് ടൈം അനുസരിച്ചിട്ട് അവരുടെ പ്രൊഡക്റ്റ് ഓഫ് ദിയർ ടൈം എന്താണ്, അവരുടെ ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണ്, അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്സ് എങ്ങനെയാണ്, എല്ലാത്തിനെ കുറിച്ചും ക്ലാരിറ്റി തരുന്നുണ്ട്. വേറെസ് നമ്മളൊരു ഫാമിലി ട്രീനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മിയർ ഒരു ലൈക്ക് ജീനോഗ്രാം ഓഫ് ദി പാരൻസ് അല്ലെങ്കിൽ ഒരു ചൈൽഡിൻ്റെ ലിങ്കുകൾ എങ്ങനെയാണ്, ചൈൽഡും പാരൻറ്റും തമ്മിൽ, പാരൻറ്റിൻ്റെ എത്ര കുട്ടികളുണ്ട്, ആ കുട്ടികളും പാരൻറ്റും തമ്മിൽ റിലേഷൻഷിപ്പ്, അത്രയും കാര്യങ്ങൾ മാത്രമേ ചിലപ്പോൾ ഒരു ഫാമിലി ട്രീയിൽ വളരെ ലിമിറ്റഡ് ആയിരിക്കാം. വേറെസ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു ഫാമിലി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഇൻ്റർപ്ലേ ആണെങ്കിൽ കൂടി അതിനെ കൂടുതലായി മനസ്സിലാക്കാൻ ജീനോഗ്രാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻട്രാക്ഷൻ വിത്ത് സിഗ്നിഫിക്കൻ്റ് അതേഴ്സ്. നമുക്കറിയാം, ചില സമയങ്ങളിൽ ഫാമിലിയിൽ 4-5 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ ക്ലയൻറ്റിന് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് വേറൊരു സിഗ്നിഫിക്കൻ്റ് അതർ ആയിരിക്കാം ഔട്ട്സൈഡ് ദ ഫാമിലി. അതിനും നമ്മളെ ജീനോഗ്രാം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് പേഴ്സൺസ് ആരൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ജീനോഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈവൺ ഇറ്റ്സ് ഔട്ട്സൈഡ് ദ ഫാമിലി ആസ് വെൽ. അതേപോലെ തന്നെ ഫാമിലി ഇവൻറ്റ്സ് ഇൻ ഫാമിലി ഹിസ്റ്ററിയിൽ നടന്നിട്ടുള്ള മെയിനായിട്ടുള്ള ഇവൻറ്റ്സ് അറിയാൻ, ലൈക്ക് മെഡിക്കൽ ഹിസ്റ്ററിയുടെ അനോട്ടേഷൻസ് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ഓരോ ആൾക്കാരുടെയും പേഴ്സണാലിറ്റി ട്രേറ്റുകൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി,
അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ക്ലയൻറ്റിന് വേറൊരു ജനറേഷനായിട്ടുള്ള ഒരു ഇൻ്റർ ജനറേഷണൽ പാറ്റേൺ ഓഫ് ബിഹേവിയർ, അദ്ദേഹത്തിന് മുത്തശ്ശൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റേൺ ഓഫ് ബിഹേവിയർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഒരു ഇൻ്റർ ജനറേഷണൽ പാറ്റേൺ ഓഫ് ബിഹേവിയർ ഉണ്ടോ എന്നുള്ളത് അൺകവർ ചെയ്യാൻ തുടങ്ങി. മാരേജ് ചോയ്സസ് ആവാം, ഫാമിലി അലയൻസസ് ആവാം, അവരുടെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റുകൾ, അവരുടെ ഹിസ്റ്ററി തുടങ്ങി പ്രസൻറ്റ് കണ്ടീഷൻ വരെ അനലൈസ് ചെയ്യാൻ ആർക്ക് സാധിക്കും? ഈ ഒരു ജിനോഗ്രാമിന് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ജിനോഗ്രാം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫാമിലി മെമ്പർ ഓറിയൻറ്റഡ് ആയിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല. ബട്ട് മോർ ദാൻ ദാറ്റ്, ഇപ്പോൾ ഒരു ഫാമിലിക്ക് ഒരു ഗോഡ് പാരൻ്റ് ഉണ്ടെങ്കിൽ അവർ ഫ്രണ്ട്സ്, നൈബർ, റിലേറ്റീവ്സ്, കൊളീഗ്സ് ആരാണോ നമ്മുടെ ക്ലയൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നത്, അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നത്, അവരെ എല്ലാവരെയും നമുക്കൊരു ഒറ്റ സ്ട്രെച്ചിൽ ജിനോഗ്രാമിലൂടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ജിനോഗ്രാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫാമിലി തെറാപ്പിക്ക് വേണ്ടിയിട്ടാണ്. ഫാമിലി തെറാപ്പിയിലൊരു ആരൊക്കെ തമ്മിലാണ് ഒരു ഡിസ്ട്രക്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഉള്ള, ക്ലയൻറ്റും ക്ലയൻറ്റിൻ്റെ പാരൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ക്ലയൻറ്റും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ എവിടെയൊക്കെ ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മൾ ഏറ്റവും കൂടുതൽ ജിനോഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ലൈഡ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഡൗട്ട് ചോദിക്കാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഇത്തരത്തിൽ ഏത് ടോപ്പിക്സാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വെച്ചാൽ ആ ടോപ്പിക്സ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി നെക്സ്റ്റ് വീഡിയോ നമ്മൾ ആ ടോപ്പിക്കായിട്ട് ചെയ്യും. സോ പാർട്ട് 2 വീഡിയോ ഇപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.